Hi everyone, welcome back to my new video. My name is Lija John. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു വലിയ ബ്രേക്കിംഗ് ന്യൂസുമായിട്ടാണ് വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, ഗോൾഡിനെ സംബന്ധിച്ചാണ്. ഗോൾഡൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഇരിക്കുന്നവർക്ക് കുറച്ച് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. മാത്രമല്ല, ഗോൾഡിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ നോക്കുന്നവർക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്ന വീഡിയോ ആണിത്. അപ്പോൾ ഇങ്ങനത്തെ കുറേ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്, ഗോൾഡിൻ്റെ പ്രൈസ്, ഡയമണ്ട് പ്രൈസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. മാത്രമല്ല, മോസ്റ്റ്ലി ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നത് ലൈഫ് ലെസൺസ് വീഡിയോസ് ആണ്. ലൈഫിൽ എങ്ങനെ സക്സസ്ഫുൾ ആവാം, കൂടുതൽ ഈസി ആയിട്ട്, കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് നമ്മുടെ ലൈഫിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ടിപ്സൊക്കെ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഒട്ടും താമസിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ പറഞ്ഞു, ഗോൾഡിൻ്റെ പ്രൈസിലുണ്ടായ മാറ്റത്തെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ നിലവിലെ ഗോൾഡിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഗ്രാമിന് 6,980 രൂപയും അതേപോലെ പവന് 55,680 രൂപയുമാണ്. ഇത്രയും വലിയൊരു പ്രൈസ് ചേഞ്ചാണ് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ സംഭവിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ കഴിഞ്ഞ മാസം ഒരു ഗോൾഡ് പർച്ചേസിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്കൊന്ന് ഓഗസ്റ്റിലായിരുന്നു, ഓഗസ്റ്റ് ഒരു ഫസ്റ്റ് വീക്കായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഗോൾഡിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 52ഓളം അത്രയൊക്കെ താന്നായിരുന്നു. അപ്പം നമുക്കെല്ലാം പണിക്കൂലി എല്ലാം ചേർത്തൊരു 54-55 നമുക്ക് കിട്ടുമായിരുന്നു. ബട്ട് ഇപ്പോൾ ഇത്രയും വലിയൊരു ഗോൾഡ് പ്രൈസ് ചേഞ്ച് വന്നിരിക്കുകയാണ്. അപ്പം നമുക്കറിയാം എന്തുകൊണ്ടാണ് ഇങ്ങനെ വില കൂടുന്നത് എന്ന്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ അതിനെ പറ്റിയുള്ള അപ്ഡേറ്റ്സ് ഒക്കെ ഷോർട്ട് വീഡിയോ ആയിട്ടും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. US പലിശ നിരക്ക് കുറച്ചു. അമേരിക്ക പലിശ നിരക്ക് കുറയ്ക്കുമ്പം സ്വാഭാവികമായിട്ടും ഒരുപാട് പേര് പുതിയ ഇൻവെസ്റ്റേഴ്സും അതേപോലെ നേരത്തെ ഉണ്ടായിരുന്ന ഇൻവെസ്റ്റേഴ്സും ഒക്കെ ഗോൾഡിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യും. ഗോൾഡ് എന്ന് പറയുമ്പം ഞാൻ പറഞ്ഞ ഭയങ്കര സേഫ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമ്മൾക്ക് ഈ ഗോൾഡ് കാണുന്നത് ഓർണമെന്റ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും പല ഇൻവെസ്റ്റേഴ്സും ഗോൾഡിനെ ഒരു നിക്ഷേപമായിട്ടാണ് കാണുന്നത്. അപ്പം ഈ അവരുടെ മറ്റ് ഇൻവെസ്റ്റ്മെന്റിലൊക്കെ നഷ്ടം സംഭവിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് തോന്നി തുടങ്ങുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് കൂട്ടും. അപ്പോൾ അവിടെ ഗോൾഡിന്റെ വില അന്താരാഷ്ട്ര മാർക്കറ്റിൽ കൂടുകയും നമ്മുടെ നാട്ടിലും സംസ്ഥാനത്തും ഗോൾഡിന്റെ വില കൂടുകയും ചെയ്യും. നമ്മുടെ സംസ്ഥാനത്ത് കേരളത്തിൽ ഇപ്പം റെക്കോർഡ് വിലയാണ് ഗോൾഡിന്. കഴിഞ്ഞ ദിവസം ഗോൾഡിന്റെ പ്രൈസ് കൂടിയത് 75 രൂപയാണ്. ഇപ്പം 75 രൂപ വർദ്ധിച്ച് ഇപ്പം 1 ഗ്രാം സ്വർണത്തിന്റെ വില എന്ന് പറയുന്നത് ഏകദേശം 6,980 രൂപ. അത്രയുമാണ് ഇപ്പം നിലവിലെ ഒരു പ്രൈസ് എന്ന് പറയുന്നത്. മാത്രമല്ല, പവന് ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് 600 രൂപ വർദ്ധിച്ച് 55,680 രൂപയുമായി നിലവിലെ ഗോൾഡ്, ഒരു പവൻ ഗോൾഡിന്റെ പ്രൈസ് എന്ന് പറയുന്നത്. നമ്മൾ കണ്ടായിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഗോൾഡിന്റെ പ്രൈസ് ഈ 55 എത്തിയായിരുന്നു. പക്ഷെ പിന്നീട് അത് താഴ്ന്നായിരുന്നു. വീണ്ടും ഇന്നലെ രാത്രി 600 രൂപ കൂടിയായിരുന്നു. ഗ്രാമിന് 75 രൂപയും കൂടിയിട്ടുണ്ട്. അപ്പം ഇത്രയുമാണ് ഗോൾഡിന്റെ, ഇതാണ് ഇപ്പോഴത്തെ നിലവിലെ ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഗായ്സ്, ഇതിനു മുൻപ് ഗോൾഡിന് ഇത്രയും റേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം ഈ വർഷം ഈ 2024 ഇതിന് മുൻപ് ഇത്രയും 55 സംതിങ് വരുന്നത് 55,120 രൂപ വരെ വന്നിട്ടുണ്ട്. അത് ഈ വർഷം തന്നെയാണ്. ഈ വർഷം മെയ് 20-നായിരുന്നു അത്രയും ഒരു പ്രൈസ് ഉയർന്നു വന്നത്. ഒരു പവൻ സ്വർണ്ണാഭരണം ഇപ്പം നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ, അതും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങിക്കണമെങ്കിൽ GST ഉൾപ്പെടെ ഏകദേശം 60,000 രൂപയ്ക്ക് മുകളിൽ കൊടുക്കേണ്ട അവസ്ഥയാണ് നിലവിൽ കേരളത്തിലുള്ള അവസ്ഥ സ്വർണത്തിന്റെ കാര്യത്തിൽ. സ്വർണ്ണവിലയുടെ വർധനവ് ഈ മാസം ഇച്ചിരി കൂടുതലായിരുന്നെന്ന് തന്നെ പറയാം. കാരണം സ്വർണത്തിന് ഈ മാസം ഉണ്ടായ വർധനവ് നമ്മൾ നോക്കുവാണെങ്കിൽ പവന് 2,120 രൂപയും അതേപോലെ ഗ്രാമിന് ഏകദേശം 215 രൂപയോളം ഈ ഒരു മാസം വർദ്ധിച്ചിട്ടുണ്ട്. മാത്രമല്ല, സ്വർണത്തിന് ഇത്രയും വില പെട്ടെന്ന് കൂടുന്നതിന്റെ വേറൊരു റീസൺ എന്താന്ന് വെച്ചാൽ, ഈ സ്വർണത്തിന്റെ വിലയിൽ ചെറിയ എന്തെങ്കിലും വിലക്കുറവ് ഉണ്ടായി കഴിഞ്ഞാൽ, എവിടെയെങ്കിലും ഗോൾഡിന്റെ എന്തെങ്കിലും കാരണം കൊണ്ട് ഗോൾഡിന്റെ പ്രൈസിൽ ചെറിയൊരു നേരിയ തോതിലുള്ള വിലക്കുറവ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഗോൾഡിലെ ഇൻവെസ്റ്റ്മെന്റ് വർദ്ധിക്കും. കൂടുതൽ പേരും ഗോൾഡിൽ വന്ന് ഗോൾഡ് പർച്ചേസ് ചെയ്യും, ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് കൂടും, അങ്ങനെ ഗോൾഡിന്റെ ഡിമാൻഡ് കൂടും. അതുകൊണ്ടാണ് ഇങ്ങനെ അന്താരാഷ്ട്ര തലത്തിൽ വില കുറയുമ്പം നമുക്ക് സംസ്ഥാനത്ത് ഗോൾഡിന്റെ പ്രൈസ് കൂടുന്നതിന്റെ ഒരു മെയിൻ റീസൺ. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 60 രൂപ വർദ്ധിച്ച് 5,775 രൂപയായി.
24 ക്യാരറ്റ് തങ്കക്കട്ടിയുടെ ബാങ്ക് നിരക്ക് എന്ന് പറയുന്നത് കിലോഗ്രാമിന് 77 ലക്ഷം രൂപയ്ക്ക് അടുത്താണ്. അപ്പോൾ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി കണക്കേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ GSTയും ഉൾപ്പെടെ 60,000 രൂപയ്ക്ക് മുകളിൽ തന്നെ വേണ്ടി വരും. മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം 2023 നവംബറിൽ ഇൻ്റർനാഷണൽ ലെവലിൽ രാജ്യാന്തര സ്വർണ്ണ വില എന്ന് പറയുന്നത് ഏകദേശം $1,800 ആയിരുന്നത് ഇപ്പോൾ $2,622. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ സ്വർണ്ണവിലയിൽ ചെറിയ എന്തെങ്കിലും വിലക്കുറവ് വരുമ്പോൾ തന്നെ സ്വർണത്തിലെ നിക്ഷേപം ഭയങ്കരമായിട്ട് കൂടും. അതും ഈ സ്വർണത്തിൻ്റെ വിലയെ നല്ലപോലെ ബാധിക്കുന്നുണ്ട്. ഇന്ത്യൻ രൂപയുടെ വിനിമയ നിരക്ക് നിലവിൽ 83.50 ആണ്. സ്വർണം വാങ്ങാനും സ്വർണത്തിന്റെ വില കുറയാനൊക്കെ കാത്തിരിക്കുന്നവർക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്. അതായത് US പലിശ നിരക്ക് കുറച്ചു, അമേരിക്ക പലിശ നിരക്ക് കുറയ്ക്കുമ്പം സ്വാഭാവികമായിട്ടും സ്വർണത്തിന്റെ ഇന്റർനാഷണൽ മാർക്കറ്റിൽ ആഗോള വിലയൊന്നും വലുതായിട്ടൊന്നും വർദ്ധിച്ചില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഇത്രയും വിലക്കയറ്റം ഉണ്ടായതെന്നുള്ള ഒരു സംശയത്തിന്റെ ഉത്തരം പശ്ചിമേഷ്യയിൽ സംഘർഷം നിലനിൽക്കുന്നത് കാരണമാണ് ഇപ്പോൾ ഉള്ള ഈ ഒരു വില കൂടാൻ കാരണം. അപ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ ആൾക്കാർ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യും, ഗോൾഡിന് ഡിമാൻഡ് കൂടും. അങ്ങനെയാണ് ഈ ഒരു വില വർധനവ് കറന്റ് നമുക്ക് അനുഭവപ്പെടാനുള്ളതിന്റെ ഒരു മേജർ റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിച്ചത് ഗോൾഡിന്റെ പ്രൈസ് അപ്ഡേറ്റ്സ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം തുടർന്നുള്ള ദിവസങ്ങളിലും ഗോൾഡൊക്കെ വാങ്ങിക്കാൻ ഇരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഗോൾഡിനെ പറ്റിയിട്ടും ഗോൾഡിന്റെ പ്രൈസിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. മാത്രമല്ല ഗോൾഡിന്റെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ജ്വല്ലറീസ്, അതേപോലെ നമുക്ക് ചുറ്റും നമ്മുടെ നാട്ടിലുള്ള ഓരോ ജ്വല്ലറീസിലെയും ഡിഫറെൻറ്റ് ഗോൾഡ് ഡിസൈൻസ്, ട്രഡീഷണൽ ആയിട്ടുള്ളത്, കോണ്ടംപററി ഡിസൈൻസ്, അതേപോലെ തന്നെ ഡയമണ്ട്സിനെ പറ്റിയിട്ടുള്ള വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഞാൻ അങ്ങനത്തെ വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. എൻ്റെ ചാനൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ഹാവ് എ നൈസ് ഡേ. ബൈ.